കമ്മ്യൂണിസ്റ്റുകാർ ദൈവനിഷേധികളാണോ? മതവിരോധികളാണോ? അവർ നിരീശ്വരവാദികളാണോ? അല്ലെങ്കിൽ എത്തിസ്റ്റുകളാണോ? പലരും കരുതുന്നത് എത്തിസവും അല്ലെങ്കിൽ നിരീശ്വരവാദവും മാർക്സിസവും ഒന്നാണ് എന്നാണ്. എന്നാൽ അവ തമ്മിൽ അജഗജാന്തരം വ്യത്യാസമുണ്ട്. യഥാർത്ഥത്തിൽ ഒരു എത്തിസ്റ്റിന് ഒരിക്കലും ഒരു മാർക്സിസ്റ്റ് ആവാനോ ഒരു മാർക്സിസ്റ്റിന് ഒരിക്കലും ഒരു എത്തിസ്റ്റ് ആവാനോ കഴിയുകയില്ല. കാരണം ഒരു നിരീശ്വരവാദി വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള സമരത്തിനാണ് ഊന്നൽ നൽകുന്നത്. എന്നാൽ മാർക്സിസമാകട്ടെ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള സമരത്തിനും. അതുകൊണ്ട് തന്നെ മാർക്സിസവും നിരീശ്വരവാദവും തമ്മിൽ പ്രയോഗതലത്തിൽ തന്നെ വലിയ അന്തരമുണ്ട്. എന്നാൽ ഇത് ഒന്നാണ് എന്നുള്ള ധാരണ പലപ്പോഴും മതങ്ങളോടുള്ള മാർക്സിസ്റ്റ് സമീപനത്തെ തെറ്റായി കാണുന്നതിന് ഇടയാക്കിയിട്ടുണ്ട്. മാർക്സിസം വർഗ സമരത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രമാണ്. വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള സമരമല്ല മാർക്സിസത്തിന്റെ ലക്ഷ്യം. മറിച്ച് വിശ്വാസിയും അവിശ്വാസിയും എല്ലാം അടങ്ങുന്ന അധ്വാനിക്കുന്ന ജനവിഭാഗത്തിനെ ആകമാനം സംഘടിപ്പിച്ച് വിശ്വാസിയും അവിശ്വാസിയും എല്ലാം അടങ്ങുന്ന ആധിപത്യ ശക്തികൾക്കെതിരായുള്ള പോരാട്ടമാണ് മാർക്സിസത്തിന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ചൂഷകരും ചൂഷിതരും ഉള്ള കാലത്തോളം വർഗ സമരത്തിന്റെ മുന്നണി പടയാളിയായി മാർക്സിസം ഇവിടെ നിലകൊള്ളുക തന്നെ ചെയ്യും.